ബ്രിട്ടീഷുകാരുടെ വരവിനു മുൻപ് കേരളത്തിൽ റോഡുകൾ ഇല്ലായിരുന്നു എന്ന വസ്തുത പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചക്രങ്ങൾ ഉപയോഗിച്ച് മൃഗങ്ങളെക്കൊണ്ട് വലിച്ചുകൊണ്ടുപോകുന്ന വണ്ടികൾക്കുള്ള റോഡുകൾ പോലും ഇവിടില്ലായിരുന്നു. ടിപ്പു സുൽത്താനാണ് മലബാറിലെ ആദ്യ റോഡുകൾ വെട്ടിയതെന്ന് വില്യം ലോഗൺ മലബാർ മാനുവലിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ഈ കാര്യത്തിൽ വളരെ പിന്നോക്കമായിരുന്നു. നടപ്പാതകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് ഉപയോഗിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന പൊതുവഴികളില്ലായിരുന്നു. ചക്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കന്നുകാലി ഉപയോഗം നിരോധിച്ചിരുന്നു. 1865 തിരുവിതാംകൂറിൽ നിരോധനം പിൻവലിച്ചത്. വള്ളങ്ങളിലും തലച്ചുമടുമായാണ് വസ്തുക്കൾ ഓരോ സ്ഥലത്തും എത്തിച്ചിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി ഈ രീതിക്ക് മാറ്റം വന്നു. തോട്ട വ്യവസായവും അതുമൂലമുണ്ടായ ചരക്കു കൈമാറ്റവുമാണ് തിരുവിതാംകൂറിലെ പല റോഡുകളുടെയും നിർമ്മാണത്തിന് കാരണമായത്. ഇതിൽ ആദ്യത്തെ റോഡുകളിൽ ഒന്നാണ് KK റോഡ് എന്ന കോട്ടയം കുമളി റോഡ്, ഇപ്പോഴുള്ള നാഷണൽ ഹൈവേ 183. പീരുമേട്ടിലെ തോട്ട വ്യവസായവുമായി ബന്ധപ്പെട്ട് വെട്ടിയ ഈ വഴി ആദ്യം കാളവണ്ടി പാതയായിരുന്നു. പിന്നീടാണ് മോട്ടോർ വാഹനങ്ങൾ എത്തുന്നത്. കാളവണ്ടി പാതയായിരുന്ന കാലത്ത് ചരക്ക് കൈമാറ്റം കുറെ കൂടി സുഗമമാക്കാനാണ് റോപ്പ് വേ നിർമ്മിച്ചത്. അത് ഈ മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് അതിന്റെ നിർമ്മാതാക്കൾ വിശ്വസിച്ചു. എന്നാൽ ഈ സംരംഭം വിസ്മൃതിയിലായി. ചരിത്രത്തിൽ ഇടം പിടിക്കാതെ പോയ ഈ റോപ്പ് വേയെക്കുറിച്ച് നടത്തിയ അന്വേഷണങ്ങൾ തുടങ്ങുന്നത് തോട്ടം കൃഷിയുടെ ചരിത്രത്തിൽ നിന്നാണ്. നമ്മുടെ മുണ്ടക്കയം, കുട്ടിക്കാനം ഉൾപ്പെടുന്ന കിഴക്കൻ മേഖല 1750 വരെ തെക്കുംകൂർ രാജാവിൻ്റെ കീഴിലായിരുന്നു. 1750 മാർത്താണ്ഡപുരം മഹാരാജാവിന് വേണ്ടി, തിരുവിതാംകൂറിന് വേണ്ടി രാമയ്യൻ തളവ തെക്കുംകൂറിനെ തോൽപ്പിക്കുന്നത്. അതോടുകൂടി ഈ പ്രദേശങ്ങളെല്ലാം തിരുവിതാംകൂറിൻ്റെ കീഴിലായി. എന്നാൽ മുണ്ടക്കയത്തിന് ഈ വടക്ക് ഭാഗത്തുള്ള സ്ഥലങ്ങൾ കുട്ടിക്കൽ തൊട്ട് വടക്കോട്ടുള്ള പൂഞ്ഞാർ രാജാവിൻ്റെ കീഴിലായിരുന്നു. മാർത്താണ്ഡവർമ്മ പൂഞ്ഞാർ രാജാവ് വഴി യുദ്ധത്തിൽ ഏർപ്പെട്ടില്ല. പൂഞ്ഞാർ രാജാവ് ഈ തിരുവിതാംകൂറിൻ്റെ ഒരു സാമന്തനായിട്ട് തന്നെ നിലനിന്നു. പിന്നെ മുണ്ടക്കയത്തിന് തെക്ക് ഭാഗത്തുള്ള പ്രദേശം നമ്മുടെ ഇടപ്പള്ളി സ്വരൂപവുമായി ബന്ധപ്പെട്ട പശ്ചിമ ദേവസ്വത്തിൻ്റെ ആയിരുന്നു ആ കാടുകളെല്ലാം. ഇതെല്ലാം വനങ്ങളായിരുന്നു, സ്വകാര്യ വനങ്ങൾ. അവിടെ ആദിവാസി വിഭാഗക്കാർ മാത്രമേ താമസിക്കുന്നുണ്ടായിരുന്നുള്ളൂ. മലയാളി കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരാണ് അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. പഴയ തിരുവിതാംകൂറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വനത്തിനുള്ളിലെ ഗ്രാമങ്ങളായിരുന്നു. അപ്പോൾ കോട്ടയം ടൗണിൽ വരെ 250 വർഷങ്ങൾക്ക്, അന്ന് ടൗണല്ല, ചെറിയൊരു ഗ്രാമമാണ്. 250 വർഷങ്ങൾക്ക് മുമ്പ് കടുവയൊക്കെ ഉണ്ടായിരുന്നു. കേരളത്തിൽ റോഡുകൾ ആദ്യം വെട്ടുന്നത് മലബാർ ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താൻ്റെ വരവുമായി ബന്ധപ്പെട്ടാണ് മലബാർ റോഡുകൾ ഉണ്ടാകുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മുടെ തിരുവിതാംകൂർ റോഡുകളില്ലായിരുന്നു. ഇവിടെ ആൾക്കാർ തലച്ചുമടിയായിരുന്നു സാധനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന അന്നത്തെ നാട്ടുരാജ്യങ്ങളിലൊക്കെ ഈ കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തിരുവിതാംകൂറിലെ ഈ മൃഗങ്ങളെ കൊണ്ട് വണ്ടി വലിപ്പിക്കുന്ന നിരോധനം ഉണ്ടായിരുന്നു. പിന്നീടാണ് അത് മാറുന്നത്. അപ്പോൾ കോട്ടയത്തു നിന്ന് മുണ്ടക്കയം വരെ വരണമെന്നുണ്ടെങ്കിൽ നടന്നു വരണം. വനത്തിലൂടെയാണ് നടന്നു വരുന്നത്. അതിനിടയിൽ ചെറിയ ചെറിയ ഗ്രാമങ്ങളുണ്ട്. ഇപ്പം മണ്ണർകാട് കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. അതുപോലെ പുതുപ്പള്ളി കുറച്ച് പേര് താമസിക്കുന്നുണ്ട്. വാഴൂരുണ്ട്, ചിറക്കട അമ്പലത്തിങ്ങളുണ്ട്, ചെറുവള്ളി അമ്പലത്തിങ്ങളുണ്ട്, കാഞ്ഞിരപ്പള്ളിയിലുണ്ട്, അതുപോലെ ഇടക്കുന്നത്തുണ്ട്. ബാക്കി മുഴുവൻ വനത്തിൽ കൂടിയാണ് മനുഷ്യൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. നൂറ്റാണ്ടുകളായി ഈ പ്രദേശത്തൂടെ ഒരു നടപ്പാത ഉണ്ടായിരുന്നു. പണ്ട് തിരുവിതാംകൂറിൽ റോഡുകളില്ലായിരുന്നു. 1860 ആര്യവാമൊഴി പാതയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റോഡ്. അപ്പം നടന്നായിരുന്നു അന്നത്തെ സഞ്ചാരം. സാധനങ്ങൾ കൊണ്ടുപോകുന്നത് അങ്ങനെ തന്നെയായിരുന്നു. തലച്ചുമടായും വള്ളങ്ങളിൽ വേണ്ടി കൊണ്ടുവരുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ മറ്റ് സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്ന അന്നത്തെ നാട്ടുരാജ്യങ്ങളിൽ കുതിരവണ്ടിയും കാളവണ്ടിയും ഒക്കെ ഉള്ള സമയത്ത് പോലും തിരുവിതാംകൂറിന് നിരോധനം ഉണ്ടായിരുന്നു. ഈ മൃഗങ്ങളെ കൊണ്ട് വലിപ്പിക്കുന്ന വണ്ടികൾക്ക് നിരോധനം ഉണ്ടായിരുന്നു. പിന്നീടാണ് കാളവണ്ടിയൊക്കെ തിരുവിതാംകൂറിൽ വരുന്നത്. ആ സമയത്ത് നമ്മുടെ ഈ കോട്ടയം ഭാഗത്തു നിന്ന് പഴയ ഒരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അവിടെ നിന്ന് നമ്മുടെ കമ്പം വരെ ഒരു നടപ്പാത ഉണ്ടായിരുന്നു, വനത്തിലുള്ളൊരു നടപ്പാത. അതുവഴിയാണ് തമിഴ്നാടുമായിട്ടുള്ള പഴയകാല സംഘകാലം തൊട്ടുള്ള കച്ചവടം നടന്നിരുന്നത്. ആ വഴിയെ കൂടിയാണ് കണ്ണനൂർ ചെട്ടിമാരും അതുപോലെ ശൈവ വെള്ളാളരും അതുപോലെ തമിഴ്നാട്ടിൽ നിന്ന് റാവുത്തർമാരും ലബ്ബമാരും ഒക്കെ കേരളത്തിലേക്ക് കച്ചവടത്തിനായിട്ട് വരുന്നത്. ഇവിടുന്നും കച്ചവടത്തിനായിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകുമായിരുന്നു. കേണൽ മൺട്രോ തിരുവിതാംകൂർ ദിവാനായിരുന്ന സമയത്താണ് പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ LMS, CMS ഒക്കെ നമ്മുടെ ഇവിടെ തിരുവിതാംകൂർ വരുന്നത്. അപ്പോൾ CMS മിഷണറി ആയിരുന്ന ഹെൻറി ബക്കർ സീനിയർ കോട്ടയം കേന്ദ്രീകരിച്ച് അദ്ദേഹത്തിന് മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ ഹെൻറി ബക്കർ ജൂനിയറും വരുന്നുണ്ട്. ആ സമയത്ത് 1840-കളിൽ മുണ്ടക്കയത്തെ മലയേറിയ സമുദായത്തിലെ 5 മൂപ്പന്മാർ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്നുണ്ട്. കാരണം ഈ ഭാഗത്തുനിന്ന് സ്കൂളുകളില്ലായിരുന്നു, അവർക്ക് വിദ്യാഭ്യാസം വേണം. അത് കോട്ടയത്തെ ദളിത് വിഭാഗക്കാരുടെ ഇടയിൽ സ്കൂളുകൾ നടത്തുന്ന
ഹെൻറി ബക്കർ ജൂനിയറിനെ മുണ്ടക്കയത്തേക്ക് വിളിക്കാനാണ് അവർ ചേരുന്നത്. 1848 ഹെൻറി ബക്കർ ജൂനിയർ മുണ്ടക്കയത്ത് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ യാത്രയെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ ആത്മകഥയിൽ പറയുന്നുണ്ട്. വനത്തിലുള്ള യാത്രയില്ല. അപ്പോൾ അദ്ദേഹം തൊട്ടടുത്തുള്ള ഈ നമ്മുടെ മലയോര ഗ്രാമങ്ങൾ സന്ദർശിക്കുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് വന്ന് നമ്മുടെ ഇപ്പോഴത്തെ ആ ബൈപ്പാസിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വേങ്ങക്കുന്ന് എന്ന സ്ഥലത്ത് അവിടെയാണ് ഒരു മിഷൻ കേന്ദ്രം ഉണ്ടാക്കുന്നത്. ആനയുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വലിയൊരു മതിലൊക്കെ കെട്ടി അതിൻ്റെ അകത്ത് ചെറിയൊരു പള്ളിയും അതുപോലെ തന്നെ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാനുള്ള ചെറിയൊരു സ്കൂളൊക്കെ സ്ഥാപിച്ചു. പിന്നീടാണ് അവിടെ നിന്ന് പള്ളി മാറുന്നത്. കഴിഞ്ഞപ്പോൾ ഹെൻറി ബക്കർ ജൂനിയർ അവിടെ നിന്ന് മുണ്ടക്കയത്ത് നിന്ന് കുട്ടിക്കാനം പീരുമേട് മേഖലയിൽ വരികയും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുടെ അവിടെ തോട്ടം വ്യവസായം തുടങ്ങുകയാണ്. ആദ്യം കാപ്പിയാണ് കൃഷി ചെയ്തത്. ആ കാപ്പി എല്ലാം രോഗമായി പോയി 8 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തേയില കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ മറ്റു പ്ലാന്റർമാരും വരുന്നുണ്ട് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പ്രദേശം ഒരു കാർഷിക മേഖലയായിട്ട്, തേയിലയുടെ ഒരു തോട്ട വ്യവസായ മേഖലയായിട്ട് മാറുകയാണ് പീരുമേട് മേഖല. ഈ സമയത്ത് അങ്ങോട്ട് ഈ സാധനങ്ങൾ എത്തിക്കുന്നതിന് റോഡില്ലായിരുന്നു. തലച്ചുമടായാണ് സാധനങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അപ്പോൾ 1860കളിൽ ഒരു റോഡുണ്ടാക്കുന്നതിന് ആലോചിക്കുകയും രാജാവിൻ്റെ അനുവാദത്തോടെ അങ്ങനെയാണ് KK റോഡ് പണി തുടങ്ങുന്നത്. തിരുവിതാംകൂർ പൊതുമരാമത്ത് വകുപ്പാണ് KK റോഡ് പണി തുടങ്ങുന്നത്. അതിന് മുമ്പ് തിരുവിതാംകൂറിലെ ആലുവാമൊഴി പാത മാത്രമേ ഇതുപോലെ പണിതിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ആദ്യം കാളവണ്ടി പാതയായിരുന്നു. കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കാളവണ്ടിയിൽ ഈ തോട്ടത്തിലേക്കുള്ള സാധനങ്ങൾ കൊണ്ടുവരിക, അവിടെ ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊണ്ടുവരിക, അരിയൊക്കെ കൊണ്ടുവരിക, തിരിച്ചങ്ങോട്ട് തേയില തിരിച്ച് തുറമുഖങ്ങളിൽ എത്തിക്കാൻ വേണ്ടി തിരിച്ച് ഈ കാളവണ്ടി തന്നെ കൊണ്ടുവരിക. പക്ഷേ അത് പ്രശ്നം എന്ന് വെച്ചാൽ കാളവണ്ടി ഒത്തിരി സമയമെടുക്കും. തീരെ മോശം റോഡാണ്. മുണ്ടക്കയം തൊട്ട് കുട്ടിക്കാനം വരെയുള്ള റോഡ് തീരെ മോശമായിരുന്നു. കാളവണ്ടി യാത്ര വളരെ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവർ ഒത്തിരി ബുദ്ധിമുട്ട് അക്കാലത്ത് അനുഭവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 1912 കാളവണ്ടിക്കാർ സമരം ചെയ്യുന്നുണ്ട്. അവരുടെ കാളയ്ക്ക് മലമൂലെത്തിക്കഴിയുമ്പോൾ ഭക്ഷണമില്ല, വെള്ളമില്ല, അവരുടെ റേറ്റ് കുറവാണ്, കിട്ടുന്ന പൈസ കുറവാണെന്ന് പോകുന്നത് സമരം ചെയ്യുകയാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ നമ്മുടെ ഈ അന്ന് ആഷിലിയിലെ മാനേജരായിരുന്ന റിച്ചാർഡ്സൺ അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്ന് 3 ലോറികൾ വെക്കുന്നുണ്ട്. ചെറിയ ലോറികളാണ്, 3 ടൺ ഭാരം വഹിക്കാവുന്ന ലോറികൾ വരുന്നുണ്ട്. പക്ഷേ ഈ ലോറികൾ പെരുവന്താനം കയറ്റം കയറില്ലായിരുന്നു. മുണ്ടക്കയം 35 വരെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു ലോറി ഷെഡൊക്കെ ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം 2 ലോറികളിലൂടെ കൂടുതൽ ഭാരം വഹിക്കാതെ 2 ലോറികളിലൂടെ കൊണ്ടുവന്നു. അങ്ങനെ കോട്ടയം തൊട്ട് മുണ്ടക്കയം വരെ ഈ ലോറികളെ ചരക്ക് നീക്കത്തിൽ ഉപയോഗിച്ചു. ഈ ബാക്കി ആ ലോറിയിൽ ചരക്ക് കയറ്റിക്കഴിഞ്ഞ് ഇടയുള്ള സ്ഥലങ്ങളിൽ ആൾക്കാർ യാത്ര ചെയ്യുകയും ബസ് പോലെ യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു. മൂന്നാറിലെ കാലത്ത് തേയില കൊണ്ടുപോകുന്ന റോപ്പ് വേ ഉണ്ടായിരുന്നു. അതേ രീതിയിൽ ഒരു റോപ്പ് വേ മുണ്ടക്കയം പീരുമേട് റോപ്പ് വേ തുടങ്ങാൻ വേണ്ടി അവർ ആലോചിച്ച് അതിനുള്ള കമ്പനി രൂപീകരിക്കുകയും ഇംഗ്ലണ്ടിൽ നിന്ന് അതിനുള്ള ഉപകരണങ്ങളൊക്കെ വിൽക്കുകയും ചെയ്തു. പക്ഷേ 1914 ഇംഗ്ലണ്ടിൽ നിന്നും റോപ്പ് വേയുടെ ഉപകരണങ്ങളുമായി വന്ന കപ്പൽ 1-ാം ലോകയുദ്ധകാലത്ത് ജർമ്മൻകാർ മെഡിറ്ററേനിയൻ കടലിൽ വെച്ച് മുക്കിക്കളയുകയാണ് ചെയ്തത്. പിന്നീട് അതിൻ്റെ പണി നീണ്ടുപോയി. 1924 റോപ്പ് വേ പൂർത്തിയാക്കുന്നത്. അത് നമ്മുടെ പീരുമേട് ഇപ്പോഴത്തെ MRS സ്കൂളിൻ്റെ സമീപത്ത് നിന്ന് തുടങ്ങി. ഇപ്പോൾ അവിടെ സിവിൽ സപ്ലൈസിൻ്റെ ഒരു ഗോഡൗൺ ഉണ്ട്. അതായിരുന്നു പഴയ റോപ്പ് വേ കെട്ടിടം. അവിടെ നിന്ന് തുടങ്ങി നേരെ നമ്മുടെ MRS സ്കൂളിൻ്റെ താഴെക്കൂടെ വന്ന് മട്ടത്ത് വന്നിട്ട് അഴങ്ങാടിൻ്റെ ഇപ്പുറത്തുള്ള മേക്കുന്ന് കയറി അവിടുന്ന് അഴങ്ങാട് വന്ന് മേലോരം വന്ന് ബോയ്സ് എസ്റ്റേറ്റിൽ കൂടെ ഇപ്പോഴത്തെ കള്ളുവേലി സ്കൂൾ ഡീപ്പോൾ സ്കൂളിൻ്റെ അവിടെയാണ് തിരക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ചില സാങ്കേതിക തകരാറ് മൂലം അധികം കാലം ഇത് നീണ്ടു നിന്നില്ല. അത് പെട്ടെന്ന് നിർത്തിക്കളയേണ്ടതായി വന്നു. ആ മേക്കുന്നിലുള്ളൊരു കാൽ എപ്പോഴും ആടിക്കൊണ്ടിരുന്നുകൊണ്ടാണ് അത് നിർത്തിക്കളഞ്ഞത്. യൂറോപ്യൻ നിർമ്മാണ ശൈലിയുടെ പ്രൗഢിയും ചരിത്രവും ചേർന്നു നിൽക്കുന്ന പീരുമേട് പള്ളിക്കുന്ന് പള്ളിക്ക് 180 വയസ്സ്. കുതിരയെ അടക്കം ചെയ്ത സെമിത്തേരി പള്ളിക്കുന്ന് പള്ളിയുടെ പ്രത്യേകതയാണ്. വിദേശികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് ദേവാലയം കാണാനെത്തുന്നത്. തിരുവിതാംകൂർ രാജവംശം ദേവാലയ നിർമ്മാണത്തിനായി 15 ഏക്കർ സ്ഥലം CSI മിഷണറി ആയിരുന്ന ഹെൻറി ബക്കർ ജൂനിയറിന് കൈമാറുകയായിരുന്നു. 1869 യൂറോപ്യൻ ശൈലിയിൽ ഈ ദേവാലയം നിർമ്മിച്ചു. ചരിത്രമൂല്യവും പൗരാണിക പ്രസക്തിയുമുള്ള ദേവാലയം ഇംഗ്ലണ്ടിൻ്റെ കാവൽ പിതാവായ സെന്റ് ജോർജിന്റെ നാമധേയത്തിലാണ്. 180 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ദേവാലയം അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും നിലകൊള്ളുന്നത്. 1.5 നൂറ്റാണ്ട് മുൻപുണ്ടായിരുന്ന ഇരിപ്പിടങ്ങളും ഉപകരണങ്ങളും ഇന്നും ദേവാലയത്തിൽ ഉപയോഗിക്കുന്നു. ഇവിടുത്തെ പുരാതന സെമിത്തേരിയാണ് ഏറെ പ്രത്യേകതയുള്ളത്. 34 കല്ലറകൾ അടങ്ങിയതാണ് ഈ ബ്രിട്ടീഷ് സെമിത്തേരി.
മൂന്നാറിലെ കണ്ണൻ ദേവൻ തേയിലത്തോട്ടം ഉൾപ്പെടെ ആരംഭിച്ച ജോൺ ഡാനിയൽ മാൻട്രോയെ സംസ്കരിച്ചത് ഇവിടെയാണ്. മാൻട്രോയുടെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിൻ്റെ സന്തഹ സഹചാരിയായിരുന്ന ഡൗണി എന്ന പെൺകുതിരയെയും ഇവിടെ തന്നെ അടക്കം ചെയ്തിരിക്കുന്നു. ദേവാലയം സന്ദർശിക്കുവാൻ ഇന്നും വിദേശത്തു നിന്ന് ഇവിടെ സംസ്കരിച്ചിരുന്നവരുടെ കുടുംബങ്ങൾ എത്താറുണ്ട്. പള്ളിക്കുന്നെന്ന ഈ സ്ഥലത്തിൽ തന്നെ ഒരു പള്ളിയുണ്ട്. അതിൽ നിന്ന് തന്നെ ഈ നാടിൻ്റെ ചരിത്രത്തിൽ ഈ പള്ളിക്കുള്ള സ്ഥാനം നമ്മൾക്ക് മനസ്സിലാക്കാം. പ്രൗഢിയും പഴമയും വിളിച്ചോതുന്ന ദേവാലയം. അവിടെ നിന്ന് ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും സ്വന്തമാക്കി നമുക്ക് തിരികെ മടങ്ങാം. ജാതിമതവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായുള്ള നമ്മുടെ സാമൂഹിക ജീവിതം നാളെയും തുടരട്ടെ. അതിനുവേണ്ടി ശ്രമിക്കാം.